കന്യക മേരി താരാട്ട് പാടുന്നു. അതിശാന്തമായിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ ഉണർന്നത്. ഞാൻ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും നിർമ്മലമായ ഒരു സ്വരം. വളരെ സാവധാനത്തിൽ അതിമധുരമായ ഒരു താരാട്ട് പാടുന്നത് കേൾക്കുമ്പോഴും ഞാൻ ഉറക്കം വിട്ടിരുന്നില്ല. പാട്ട് വളരെ പുരാതനവും നീണ്ട രാഗമുള്ളതുമാണ്. ക്രിസ്മസ് കാലത്തെ ഇടയന്മാരുടെ സംഗീതം പോലെ തോന്നിക്കുന്നു. ഞാൻ ആ രാഗവും സ്വരവും ശ്രദ്ധിച്ചു കേട്ട് അതിൽ സന്തോഷിച്ച് ആ സന്തോഷത്തിലാണ് ശരിക്കുണർന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ പറഞ്ഞു, നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കാരണം അമ്മയാണ് പാടുന്നത്. അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞ ശേഷം സ്വരം കുറച്ചുകൂടി ഉയർത്തി, ഞാൻ നിന്നെയും അഭിവാദനം ചെയ്യുന്നു, വരൂ, സന്തോഷിക്കൂ. ഞാൻ അവളെ കണ്ടു. ബെത്ലഹേമിലെ അവളുടെ വീട്ടിൽ അവളുടെ മുറിയിൽ ഈശോയെ പാട്ടുപാടി ഉറക്കാനുള്ള ശ്രമത്തിലാണ്. മുറിയിൽ മേരിയുടെ തറയും തുന്നൽ സാധനങ്ങളുമുണ്ട്. എനിക്ക് തോന്നുന്നത് ശിശുവിന് പാല് കൊടുക്കാനും അവൻ്റെ തുണികൾ മാറ്റുവാനുമായി ഉടുപ്പുകളെന്ന് പറയേണ്ടതാണ്. കാരണം അവനിപ്പോൾ 6-7 മാസം പ്രായമാണ്. ജോലി നിർത്തിയതാണെന്നാണ് തോന്നുന്നത്. ഒരു പക്ഷേ കുഞ്ഞുറങ്ങിക്കഴിയുമ്പോൾ ജോലി തുടരാനായിരിക്കണം മേരി വിചാരിക്കുന്നത്. സന്ധ്യാസമയമാണ്. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. തെളിവുറ്റ ആകാശത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള അനേകം ചെറുമേഘങ്ങൾ കാണാം. ആട്ടിൻപറ്റങ്ങൾ ആലയിലേക്ക് നീങ്ങുന്നു. അവ പുഷ്പിതമായ പുൽത്തകിടിയിലൂടെ നീങ്ങുമ്പോൾ അവിടെ പുല്ലു കടിക്കുകയും ഇടയ്ക്കിടെ തല ഉയർത്തി കരയുകയും ചെയ്യുന്നു. ശിശു ഉറക്കം പിടിക്കാൻ പോകുന്നു. അവൻ അല്പം അസ്വസ്ഥനായിട്ടാണ് കാണപ്പെടുന്നത്. പല്ലു മുളക്കാൻ തുടങ്ങുന്നതിൻ്റെയോ ശൈശവത്തിലെ മറ്റേതെങ്കിലും ചെറിയ അസുഖത്തിൻ്റെയോ അസ്വസ്ഥതയായിരിക്കാം. പ്രഭാതത്തിൽ കേട്ട താരാട്ട് ഞാനൊരു കടലാസിൽ എഴുതി. ഇപ്പോൾ ഞാനത് പകർത്തുന്നു. സ്വർണ്ണമേഘങ്ങൾ, കുഞ്ഞുങ്ങൾ, കർത്താവിനാടുകൾ പോലവ കാണപ്പെടുന്നു. പുഷ്പനിബിഡമാം പുൽത്തകിടി തന്നിൽ മറ്റൊരു പറ്റവും നോക്കുന്നില്ല. പറ്റങ്ങളെല്ലാം എൻ്റേതായിടിലും ലോകമെമ്പാടുമുള്ള എല്ലാ പറ്റങ്ങളിലും ഇഷ്ടമുള്ള കുഞ്ഞാടു നീ മാത്രമെന്നോമനെ. എൻ പ്രിയ കുഞ്ഞാടാണ് എപ്പോഴും നീ. ഉറങ്ങുറങ്ങുണ്ണി, ഉറങ്ങുറങ്ങുണ്ണി, ഒട്ടും കരയാതെയുണ്ണി. വെട്ടിത്തിളങ്ങും നിരവധി താരകൾ മിന്നിവിളങ്ങുന്നുണ്ട് അമ്പരത്തിൽ. നിന്നോമനക്കണ്ണുകൾ ശാന്തമല്ലോ, കണ്ണീരിനിയും പൊഴിച്ചിടല്ലേ. ഇന്ദ്രനീലമാം നിൻ കണ്ണുകൾ കൺമണി, നക്ഷത്രങ്ങളാടൻ ഹൃദയത്തിൽ ഓമനെ. കരയിക്കുന്നെന്നെ നിൻ കണ്ണുനീർ, ഒട്ടും കരയല്ലേ ഓമനെ. ഉറങ്ങുറങ്ങുണ്ണി, ഉറങ്ങുറങ്ങുണ്ണി, ഒട്ടും കരയാതെയുണ്ണി. സ്വർഗതലയെ വാഴും മാലാഖവൃന്ദങ്ങൾ നിർമ്മലനുണ്ണി നിൻമുഖകാന്തിയിൽ ആകൃഷ്ടരായിതാ മാലയായി നിൻ ചുറ്റും ആരാധിച്ചു വണങ്ങുന്നു ചേലോടെ. എന്നിട്ടും നീ കരയുന്ന അമ്മയ്ക്കായി. അമ്മേ അമ്മേ അമ്മതൻ താരാട്ടു കേൾക്കണം. ലല്ലല്ലാ ലല്ലലാ ലല്ലല്ലാ ലാ. ഉറങ്ങുറങ്ങുണ്ണി, ഉറങ്ങുറങ്ങുണ്ണി, ഒട്ടും കരയാതെയുണ്ണി. ചെന്നിറം ആകാശം ഉടൻ തന്നെ പൂശിടും, പ്രഭയാർന്ന പ്രഭാതം ഉടനെയിങ്ങെത്തിയിടും. ഉണ്ണിതൻ കണ്ണുനീര് നിലയ്ക്കുമെങ്കിലോ അമ്മയ്ക്കു വിശ്രമമില്ല എന്നോമനെ. അമ്മ എന്ന് വിളിക്കുന്നീ ഉണരുമ്പോൾ മകനെ എന്നു ഞാൻ ഉത്തരം നൽകിടും. സ്നേഹവും ജീവനും ഒന്നിച്ചു കൂട്ടിയൻ ചങ്കിനാൽ നൽകിടും അൻപേഴും ചുംബനം. ഉറങ്ങുറങ്ങുണ്ണി, ഉറങ്ങുറങ്ങുണ്ണി, ഒട്ടും കരയാതെയുണ്ണി. സ്വർഗത്തെ സ്വപ്നത്തിൽ കാണും നീ എങ്കിലും അമ്മയെ വേണം നിനക്കെപ്പോഴുമല്ലയോ. വന്നുകൊള്ളോമനെ, വന്നുകൊള്ളെപ്പോഴും. അമ്മതൻ കുപ്പായമുള്ളിൽ ഉറങ്ങിയിടൂ. അമ്മതൻ കരങ്ങളല്ലയോ നിൻ തൊട്ടിൽ. അമ്മതൻ കരളു നിൻ തലയിണ എപ്പോഴും. ശങ്ക വേണ്ട ഓമനെ, കൂടെയുണ്ട് അമ്മ നിൻ. ഉറങ്ങുറങ്ങുണ്ണി, ഉറങ്ങുറങ്ങുണ്ണി, ഒട്ടും കരയാതെയുണ്ണി. എപ്പോഴും ഉണ്ടമ്മ കൂടെയെൻ ഓമനെ. ജീവൻ്റെ ജീവനാണ് എനിക്ക് നീ കൺമണി. പുഷ്പമേ, നീ എൻ ചങ്കിന്മേൽ ഉറങ്ങുന്നു. ശബ്ദമരുതേ, ഉണ്ണി ഉറങ്ങുന്നു ശാന്തനായി. തൻ താതനെയുണ്ണി കാണുന്നുണ്ടാവണം. അക്കാഴ്ച കണ്ണീര ശേഷം തുടയ്ക്കുന്നു. അൻപേഴും ഓമന ഈശോയുറങ്ങുന്നു. ഉറങ്ങുറങ്ങുണ്ണി, ഉറങ്ങുറങ്ങുണ്ണി, ഒട്ടും കരയാതെയുണ്ണി. ആ രാഗത്തിൻ്റെ കമനീയത, ആകർഷകത്വം വർണ്ണിക്കുക അസാധ്യം.
ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഉറക്കുന്ന രംഗം മാത്രമാണത്. എന്നാൽ ആ അമ്മ അമ്മയും മകനുമാണ്. അതുകൊണ്ട് ഭാവനയിൽ അത് കാണുവാൻ കഴിയും. എത്ര കൃപാപൂർണം, എത്രമേൽ സ്നേഹം, എന്തു വിശുദ്ധി, എന്തൊരു സ്വർഗമാണ് ഈ ചെറിയ രംഗം, മഹത്വമേറിയ മാധുര്യമേറിയ രംഗം. ഇതിൻ്റെ ഓർമ്മ തന്നെ എന്നെ അത്യധികം സന്തോഷഭരിതയാക്കുന്നു. ഞാൻ പാടുന്ന ആ രാഗം അതിൻ്റെ ഓർമ്മ എന്നിൽ സ്ഥിരപ്പെടുത്തുന്നു. നിങ്ങളും കേട്ടുകൊള്ളട്ടെ എന്നുദ്ദേശിച്ചാണ് ഞാനത് പാടുന്നത്. പക്ഷേ മേരിയുടെ നിർമ്മലമായ വെള്ളിനൂൽ പോലെ മൃദുവായ സ്വരം, കന്യകയുടെ കന്യശബ്ദമല്ല എൻ്റേത്. പൊട്ടിയ ഓർഗൻ്റെ സ്വരം പോലെയാണ് എൻ്റെ സ്വരം. പക്ഷേ സാരമില്ല, എൻ്റെ കഴിവ് പോലെ ഞാൻ പാടും. ക്രിസ്മസ് വേളയിൽ പുൽക്കൂടിനരികെ പാടാൻ പറ്റിയ എത്ര നല്ല ഗാനമാണത്. മേരി ആദ്യം ആ തൊട്ടിൽ മെല്ലെ ആട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഉണ്ണി ശാന്തനാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉണ്ണിയെ കയ്യിലെടുത്ത് തുറന്നു കിടക്കുന്ന ജനലിനരികെ ഇരുന്ന് പാട്ടിൻ്റെ ഈണത്തിനൊപ്പം മെല്ലെ ആട്ടിക്കൊണ്ട് ആ പാട്ട് 2 പ്രാവശ്യം പാടി. ഉണ്ണി അമ്മയുടെ നെഞ്ചിനോട് ചേർത്ത് തലവെച്ച് അമ്മയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് സുഖമായ ആ ചൂടിൽ ഉറങ്ങാൻ തുടങ്ങി. ഒരു കൈ അമ്മയുടെ മാറിലും മറ്റേ കൈ അമ്മയുടെ മടിയിലും വെച്ചുറങ്ങുന്നു. മേരി ശിരോവസ്ത്രം കൊണ്ട് കുഞ്ഞിനെ മൂടുന്നു. പിന്നീട് വളരെ സൂക്ഷിച്ചെഴുന്നേറ്റ് ഉണ്ണിയെ തൊട്ടിലിൽ കിടത്തി. ചെറിയ തുണികൾ കൊണ്ട് പൊതിഞ്ഞു. ഒരു ശിരോവസ്ത്രം കൊണ്ട് തൊട്ടിൽ മൂടി. ഈച്ചകൾ വരാതെയും തണുത്ത കാറ്റടിക്കാതെയും സുരക്ഷിതമാക്കാനാണ് അത് ചെയ്തത്. ഉറങ്ങുന്ന തൻ്റെ നിധിയെ നോക്കി ധ്യാനിച്ചുകൊണ്ട് മേരി നിൽക്കുന്നു. ഒരു കൈ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു. മറ്റേ കൈ തൊട്ടിലിനോട് ചേർത്ത് ആവശ്യം വന്നാൽ തൊട്ടിലാട്ടാൻ തയ്യാറായാണ് നിൽക്കുന്നത്. സന്തോഷത്തോടെ അവൾ പുഞ്ചിരി തൂങ്ങുന്നു. നിശബ്ദതയും ഇരുട്ടും ഭൂമിയിലേക്ക് വ്യാപിക്കുന്നു. കന്യകയുടെ മുറിയിലും അവ കയറി ചെല്ലുന്നു. എന്തൊരു സമാധാനം, എന്തൊരു സൗന്ദര്യം, എനിക്കെന്തൊരു സന്തോഷം. ഇതൊരു വലിയ ദർശനമൊന്നുമല്ല. മറ്റു ദർശനങ്ങളുടെ ഇടയിൽ ഇത് വലിയ കാര്യമായി പരിഗണിക്കപ്പെടുകയില്ലായിരിക്കാം. പ്രത്യേക ദൗത്യമൊന്നും വെളിപ്പെടുത്താത്തതിനാൽ ഈ ദർശനം ഉപയോഗശൂന്യമെന്ന് തന്നെ ചിലരെല്ലാം അഭിപ്രായപ്പെട്ടേക്കാം. എനിക്കതറിയാം. എന്നാൽ ഇതെനിക്കൊരു വലിയ കൃപാവരമായിരുന്നു. ഞാനത് അങ്ങനെ തന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു. കാരണം അതെൻ്റെ ആത്മാവിനെ സമാധാനപ്പെടുത്തി, നിർമ്മലമാക്കി, സ്നേഹത്താൽ നിറച്ചു. അമ്മയുടെ കരങ്ങളാൽ എന്നെ വീണ്ടും മെനഞ്ഞതുപോലുള്ള അനുഭവമാണ് എനിക്കുണ്ടായത്. ഈ അർത്ഥത്തിൽ നിങ്ങൾക്കും ഇത് നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കൊച്ചുകുട്ടികളാണ്. അങ്ങനെയായിരിക്കുന്നതാണ് നല്ലതും. ഈശോയ്ക്ക് നമ്മെ ഇഷ്ടമാണ്. പഠനമുള്ളവരും വിക്രമന്മാരും അവർക്കിഷ്ടമുള്ളത് വിചാരിക്കട്ടെ. നമ്മുടെ പ്രതികരണത്തെ വെറും ബാലിശമായി കരുതിക്കൊള്ളട്ടെ. നമ്മളത് കാര്യമാക്കുന്നില്ല, അങ്ങനെയല്ലേ?